യുഅ്മിനൂന ബിൽ ഗൈബ്, സത്യവിശ്വാസികൾ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, ഗൈബുള്ളവരാണ്, ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, കാണാത്ത ലോകത്തെ വിശ്വസിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? ആ ലോകം കണ്ടുവന്ന ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ലോകത്തെ സംബന്ധിച്ച് ദിവ്യമായ വെളിപാടുകൾ ലഭിക്കുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതിന്റെ പേരിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. മിഅ്റാജിന്റെ രാവിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശലോകത്തേക്ക് ഉയർന്നു പോവുകയും ഹബീബായ തങ്ങൾ സ്വർഗലോകം കടക്കുകയും സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ സമയത്തു ഖശ്വ, ഞാൻ എന്റെ പിറകിൽ ഒരു കാലൊച്ച കേട്ടു എന്ന് റസൂലുള്ളാഹ്. കാലൊച്ച കേട്ടു. ഞാൻ നോക്കുമ്പോൾ ഫഇദാ ഹുവ ബിലാൽ, ബിലാലേ അത് നിങ്ങളായിരുന്നുവെന്ന് മദീനയിൽ അന്ന് ജീവിച്ചിരിപ്പുണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഞാൻ നിങ്ങളവിടെ കണ്ടു ബിലാലേ. ബിലാലേ, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഈ മഹാപ്രതിഫലം, സബഖ്തനി ഇലൽ ജന്നതി യാ ബിലാൽ, ബിലാലേ എന്നെക്കാളും മുമ്പ് നിങ്ങൾ സ്വർഗ്ഗത്തിൽ എത്തിയല്ലോ. അത് സബ്ഖു ഖിദ്മ, ഒരു VIP ഗസ്റ്റ് വരുമ്പോ ഖിദ്മത്തിന്റെ ആളുകൾ ആദ്യം പോകുന്ന, എന്നിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടാ ശൈഖന്മാര് വരിക അല്ലെ, അല്ലെങ്കിൽ ഗസ്റ്റുകൾ വരിക എന്ന പോലെ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നത് നബി തന്നെയാണ്. അതുമായി ഇതിന് വൈരുദ്ധ്യമില്ല. പക്ഷേ സ്വർഗം ഒരുക്കി വെക്കാൻ ബിലാൽ ഇബ്നു റബാഹ് എന്നവർ ഹബീബിന്റെ മുമ്പ് കടക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ നിങ്ങൾ അങ്ങനെ വരാൻ കാരണം? എന്തേ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? ഇത് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ മാ തവല്ലഅതു വുദൂഅൻ, ഞാൻ എപ്പോൾ വുദൂ എടുത്തിട്ടുണ്ടോ, എപ്പോൾ വുദൂ എടുത്താലും അല്ലാഹുവിന് വേണ്ടി എനിക്ക് കഴിയുന്നത്ര സുന്നത്തുകൾ നിസ്കരിക്കാത്ത വുദൂ ഇല്ല നബിയേ, ഞാൻ എപ്പോഴും വുദൂയിലാണ്. അത് തന്നെയാണ് ബിലാലേ നിങ്ങൾക്ക് സ്വർഗപ്രവേശം വളരെ പെട്ടെന്ന് കിട്ടാൻ കാരണമെന്ന് റസൂലുള്ളാഹ്. ദുനിയാവെന്ന് സ്വർഗം എന്ന് കിട്ടിപ്പോയ സന്തോഷ വാർത്ത കിട്ടിയ മഹത്തുക്കളിൽ ഒരാൾ അശറത്തുൽ മുബശ്ശരീനുണ്ട്. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. മഹാന ഇമാമുന ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി 10 പേരെ ഒരു ഇരുത്തത്തിൽ നബിതങ്ങൾ പറഞ്ഞ 10 പേർ പല തവണകളായി ഒരുപാട് ആളുകൾക്ക് വേറെയും സ്വർഗപ്രവേശം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ ഇരുത്തത്തിൽ നബിതങ്ങൾ പറഞ്ഞ 10 പേർ, അവരാണ് നമ്മൾ അശ്റ അൽ മുബശ്ശരീൻ എന്ന് പറയാം. മൗലായൊക്കെ ചൊല്ലല്ലേ രസമായിട്ട്? റമളാന്റെ ക്ഷീണുണ്ടോ എല്ലാവർക്കും? سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي حبيبك خير الخلق كلهم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي على حبيبك خير الخلق كلهم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي على حبيبك خير الخلق كلهم. പരിശുദ്ധമായ ഉഹദ് രണാങ്കണം കഴിഞ്ഞപ്പോ പരിശുദ്ധമായ ഉഹദിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറയാറുണ്ട്, ഉഹദ് യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഉഹദ് മലയോട് നമ്മോട് സ്നേഹമുണ്ട്, നമുക്ക് ഉഹദിനോട് സ്നേഹമുണ്ടെന്ന് ഹബീബായ തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദിന്റെ ശുഹദാക്കളിലുണ്ട് മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ സഅദ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, സഅദേ, ഷഹീദായി കിടക്കുന്ന
അനസ് ഇബ്നു നദർ ഉണ്ടോ എന്ന് നോക്കണം. അനസ് ഇബ്നു നദർ ഇവിടെ ബാക്കിയുണ്ടോ എന്ന് ചെന്ന് നോക്കണം. എങ്ങാനും ജീവനോടെ ബാക്കിയിരിപ്പുണ്ടെങ്കിൽ ചോദിക്കണം, കൈഫ തജിദുക യാ അനസ്, അനസ് ഇബ്നു നദറേ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം. വഅബ്ലഗുഹു മിന്നി സലാം, എന്റെ ഒരു അസ്സലാമു അലൈക്കും എന്ന് അവരോട് പറയണം. സഅദേ, സഅദ് റളിയല്ലാഹു അൻഹു ഉഹദ് രണാങ്കണത്തിലെ ശുഹദാഇന്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുന്നു. എവിടെയാണ് അനസ് ഉള്ളത്? അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഒരിടത്ത് മരണത്തോടെ മല്ലടിക്കുകയാണ്. ഷഹാദത്തിന്റെ ചിറകേറി സ്വർഗലോകത്തേക്ക് പറക്കാനിരിക്കുകയാണ്. ഓടി വന്നുകൊണ്ട് ചോദിച്ചു, യാ അനസു, അനസ് എന്നവരെ, ഇന്ന റസൂലല്ലാഹി യഖ്റഉക അസ്സലാം, അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. യഖ്റഉക അസ്സലാം, കൈഫ തജിദുക, നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്തുണ്ട് വിവരമെന്ന്, എന്താണ് വിശേഷമെന്ന് ചോദിക്കുന്നുണ്ട്. അനസേ, എന്താണ് നിങ്ങളുടെ വിവരം? പറയുന്നു, അബ്ലിഗുഹു മിന്നി സലാം, നബിയോട് എന്റെ സലാം പറയണേ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയണേ. വഇന്നീ ലഅജിദു റീഹൽ ജന്നഹ്, വഇന്നീ ലഅജിദു റീഹൽ ജന്നഹ് മിൻ സൗബി ഉഹദ്, ഉഹദിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട് എന്ന് നബിയോട് പറയണം. സഅദേ, ഉഹദിൽ കിടക്കുമ്പോൾ സ്വർഗം വാസനിച്ചു പോയ സ്വഹാബികളുണ്ട്. സ്വർഗത്തിന്റെ വാസന ഉഹദിന്റെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. സ്വർഗത്തിന്റെ വാസന ഞാൻ അറിയുന്നു, നബിയോട് പറയണം. ഷഹീദാകാൻ പോകുന്ന ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ അറിയിച്ചുപോയി, സ്വർഗം ഞാൻ അനുഭവിച്ചു പോകുന്നു. അല്ലാഹുവേ, അങ്ങോട്ടെത്താൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ തമ്പുരാനെ. സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അന്നൊരു യുദ്ധത്തിലാണ്, നോമ്പുകാരനാണ്. 2-3 ദിവസമായി ഉറങ്ങിയിട്ട് കൂട്ടുകാരൻ പറഞ്ഞു, സഈദ്, ഒരുപാടായില്ലേ നിങ്ങൾ ത്യാഗം ചെയ്യുന്നു, ഒന്ന് ഉറങ്ങിക്കൂടെ, കുറച്ചൊരൽപ്പം ഉറങ്ങിക്കൂടെ? യുദ്ധത്തിനൊക്കെ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി കുറച്ചൊന്ന് ഉറങ്ങിക്കൂടെ? സഈദ് റളിയല്ലാഹു അൻഹുവിനോട് കൂട്ടുകാരൻ ചോദിച്ചു. എന്നാ ഞാൻ കുറച്ച് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ കിടക്കുമ്പോ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ലാ യാ ഐനാ ഉമർനിയ, ലാ യാ ഐനാ ഉമർനിയ, ലാ യാ ഐനാ ഉമർനിയ, ഇല്ല ഇല്ല, വേണ്ട വേണ്ട, ഐനാ വേണ്ട, ഐനാ വേണ്ട, ഐനാ. ഇത് കേട്ടപ്പോ കൂട്ടുകാരൻ തട്ടി വിളിച്ച് ചോദിച്ചു, അല്ല സഈദ്, എന്താണ് പറയുന്നത്? ആരെയാ വിളിക്കുന്നത്? പെണ്ണിന്റെ പേരാണല്ലോ വിളിച്ചത്. ഐനാ ഉമർദിയ, ആരെയാണ് ഈ വിളിക്കുന്നത്? കൂട്ടുകാരനോട് പറയുന്നു, കൂട്ടുകാരാ, റഅയ്തു റുഅ്യാ, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വാലിഹീങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിൽ അർത്ഥമുണ്ട്. ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ അരികത്തേക്ക് ഹൂരികളിൽപ്പെട്ട സ്വർഗീയ സുന്ദരിമാരിൽപ്പെട്ട ഒരു പെണ്ണ് കടന്നു വരുന്നു. എന്നെ കാണുന്നു, എന്നോട് ചോദിക്കുന്നു, സഈദ്, ഇങ്ങോട്ട് പോരാ നേരമായില്ലേ? തുഫ്തിറു ഇൻദനാ, ഞങ്ങളുടെ അടുത്ത് വന്ന് നോമ്പ് തുറക്കുന്നില്ലേ? നീ ആരാണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗീയ ഹൂറിയാണ്. എന്റെ പേര് ഐനാ ഉമർദിയ എന്നാണ്. ആ ഐനാ ഉമർദിയെ സഈദ് റളിയല്ലാഹു അൻഹു കണ്ണുകൊണ്ട് കാണുന്നു. ചോദിക്കുന്നു, നീ എന്റെ ഭാര്യയാണെങ്കിൽ അരികത്ത് വന്നിരിക്കെ. ഇല്ല സഈദേ, മാസിൽത ഫിദ്ദുന്യ, നിങ്ങൾ ഇപ്പോഴും ദുനിയാവിലാണ്, നിങ്ങൾ മരിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് തൊടാൻ സമയമായില്ല. 3 ദിവസം കൂടെ കാത്തിരിക്കണം. 3-ാമത്തെ നാൾ നിങ്ങൾ മരിക്കും. അന്ന് നോമ്പ് തുറക്കുന്നത് ഞങ്ങളുടെ അരികത്ത് വെച്ചാണ്. അവള് പോകുമ്പോഴാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്, പോവല്ല ഐനാ ഉമർദിയ, ലാ യാ ഐനാ ഉമർദിയ, ലാ യാ ഐനാ ഉമർദിയ, നീ പോവല്ലേ പോവല്ലേ എന്ന് സഈദ് റളിയല്ലാഹു അൻഹു. അപ്പോഴാ നിങ്ങൾ എന്നെ വിളിച്ചത്. ഈ സ്വപ്നം ഞാൻ മരിക്കുന്നവരെ ആരോടും പറയരുത് എന്ന് സഈദ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളൊക്കെ അങ്ങനെയാണ്, വല്ല കറാമത്തുകളുണ്ട്. കാനൂ യുഖ്ഫൂന കറാമാതിഹിം വകാനൂ അശദ്ദ ഹയാഅൻ, അവരെ അത്ഭുതങ്ങൾ ഉണ്ടായാൽ പറയൂല, പറയരുത് എന്ന് പറയും. മരിച്ചതിന് ശേഷം പറഞ്ഞു എന്ന് പറയും. ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയാൻ വിടൂല.
അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ശൈലിയും രീതിയും. അങ്ങനെയാണ് വേണ്ടത്. സഈദ് റളിയല്ലാഹു അൻഹു നോമ്പെടുക്കുന്നു. യുദ്ധത്തിൽ നോമ്പുകാരനാണ്. 3-ാമത്തെ ദിവസം നോമ്പുകാരനാണ്. ആ സ്വപ്നത്തിൽ കണ്ടത് പ്രകാരം ഇന്നാണ് സ്വർഗത്തിലേക്കുള്ള യാത്ര. അന്നും യോദ്ധാവാണ്. സഈദ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നോമ്പുകാരനായി യുദ്ധം ചെയ്യുമ്പോ സൂര്യാസ്തമയത്തിന്റെ മുമ്പാണ് ഒരു അമ്പ് തറക്കുന്നത് കഴുത്തിൽ. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു, കൂട്ടുകാരൻ വെള്ളം തരട്ടെ. എനിക്ക് വേണ്ട, ഇന്നെന്റെ നോമ്പ് തുറ സ്വർഗലോകത്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഐനാഉ മർദിയ എന്നെ നോമ്പ് തുറക്കാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നോമ്പുകാരനായി നോമ്പ് നോച്ച് ആ പറഞ്ഞ പ്രകാരം 3-ാമത്തെ ദിവസമാണ് മഹാനവറുകൾ സൂര്യാസ്തമയത്തിന്റെ മുമ്പ് ലോകത്തോട് വിട പറയുന്നത്. ആരെയാണോ നാളെ സമീപിക്കാൻ പോകുന്നത് ആ സ്വർഗീയ സഹധർമ്മിണിയെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര വലിയ സൗഭാഗ്യമല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. വഹുവ സ്വായിം, നോമ്പുകാരനായിരുന്നുവല്ലോ. മഹാനവറുകൾ വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണം കുണുങ്ങുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അന്നത്തെ രാഷ്ട്രീയ കാബാലികന്മാർ മഹാനവറുകളുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി വരുമ്പോ മഹാനവറുകളുടെ പ്രിയപ്പെട്ട ഭാര്യ അവിടുന്ന് പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ച് നടന്ന ഹബീബിന്റെ 2 പെൺമക്കളെ കല്യാണം ചെയ്തു കൊടുത്ത ഹബീബിന്റെ സ്വഹാബിയെ നിങ്ങൾ കൊല്ലുകയാണോ? ഉസ്മാൻ തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു, ഉസ്മാൻ എന്നവരെ, നിങ്ങളൊരു ചെറിയ സൂചന തന്നാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം പടപൊരുതാം, യുദ്ധം ചെയ്യാം, നിങ്ങൾക്ക് പ്രതിരോധം തീർക്കാം, പ്രൊട്ടക്ഷൻ തരാം. ഉസ്മാൻ തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? എനിക്ക് വേണ്ടി നിങ്ങളാരും മരിക്കണ്ട. റഅയ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, ഹബീബിനെ ഞാൻ ഇന്നലെ കണ്ടു. എന്റെ ഹബീബ് എന്നോട് ചോദിച്ചു, ഉസ്മാനേ തുഫ്തിറു ഇൻദനൽ യൗം, നിങ്ങളുടെ നോമ്പെടുത്തിട്ട് ആ നോമ്പ് മുറിക്കുന്നത് എന്റെ അരികത്താവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? എന്റെ അരികത്തേക്ക് പോരുന്നില്ലേ നോമ്പ് മുറിക്കാൻ? നോമ്പുകാരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് കഠാര ഇറങ്ങുമ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുതിച്ചത്, എന്റെ ഹബീബിന്റെ കൂടെ നോമ്പ് തുറക്കാൻ ഞാൻ പോവുകയാണ്, എന്തിന് വിഷമിക്കണം? സ്വർഗം കണ്ടുകൊണ്ടുപോയി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട് ഉമ്മു സുലൈം, ഉമൈസ ബീവി റളിയല്ലാഹു അൻഹ. ഉമ്മു സുലൈം ബീവി പ്രിയപ്പെട്ട കൊച്ചുമോൻ മരണപ്പെട്ടപ്പോഴാണ്, ചെറിയ കുഞ്ഞുമോൻ മരണപ്പെട്ടപ്പോഴാണ് സ്വന്തം ഭർത്താവിനോട് അറിയിക്കാതെ വിഷമിപ്പിക്കാതെ ക്ഷമയോടുകൂടെ ഒരു ഉമ്മാക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി. കുഞ്ഞു മരിച്ചാൽ എങ്ങനെയായിരിക്കും? ഭർത്താവിനെ അറിയിക്കാതെ ക്ഷമിച്ച് ആ രാത്രിയിൽ ഭർത്താവിന്റെ കൂടെ ശയിച്ച് പിറ്റേന്ന് രാവിലെയാണ് മോൻ മരിച്ച വിവരം പറഞ്ഞത്. ചരിത്രം നമുക്കറിയാം. ഉമൈസ ബീവി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയപ്പോൾ പറഞ്ഞുവല്ലോ, ഞാൻ കണ്ടു ഉമൈസ, ഞാൻ കണ്ടു ഇംറഅത അബീ തുൽഹ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടു. എന്താണ് ഇവിടെ പ്രത്യേകത? അസ്വാബിറത്തുൽ ആബിദ, നന്നായി ക്ഷമിച്ചിരുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന ഒരു മഹദിയെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടു. അവര് ഭൂമിയിൽ ജീവിച്ചിരിക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സൗഭാഗ്യങ്ങളല്ലേ, വലിയ ഭാഗ്യമല്ലേ? ഇവിടുന്ന് അറിഞ്ഞു ഡെസ്റ്റിനേഷൻ സ്വർഗമാണ്.